എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലാബിനെ കുറിച്ചാണ്. റെഡ്ഡീസ് ലാബിൻ്റെ ഒരു ചാർട്ട് അനലൈസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. റെഡ്ഡീസ് ലാബിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പി നടക്കുന്നത് ഏകദേശം വെരി കുറഞ്ഞ പിയിലാണ്, ഏകദേശം 19.4. നല്ല ROC ഉണ്ട്, 26 ഉണ്ട്, നല്ലതാണ്. ROU അതെ 21.6 ഉണ്ട്, നല്ലതാണ്. ഇത് രണ്ടും നല്ല പിയും വളരെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ വാല്യുവേഷൻ നല്ലതായിട്ട് കുറഞ്ഞിരിക്കുന്ന ഒരു ഷെയറാണ് റെഡ്ഡീസ് ലാബ് ഇപ്പോൾ. അതുകൂടാണ്ട് കമ്പനിക്ക് കടങ്ങളൊട്ടും ഇല്ലാത്തൊരു കമ്പനിയാണിത്. കണ്ട, കമ്പനി ഈസ് ഓൾമോസ്റ്റ് ഡെബിറ്റ് ഫ്രീ, കടങ്ങളൊട്ടുമില്ല. കമ്പനിയുടെ പ്രോഫിറ്റ് ഓരോ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു നല്ലൊരു കമ്പനിയാണ് റെഡ്ഡീസ് ലാബ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ്. ഇനി നമുക്ക് അതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണ് റെഡ്ഡീസ് ലാബിൻ്റെ ഇൻട്രാഡേ ചാർട്ട്. ഈ ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് റെഡ്ഡീസ് ലാബ് കയറിയിട്ടുള്ളത്. ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കണ്ട, ഇവിടെ ഒരു ചാനലായിരുന്നു, ഇവിടെ ചാനൽ കണ്ട, ഈ ഒരു ചാനൽ ഇവിടെ ഈ ചാനൽ ബ്രേക്ക് ചെയ്തു. ഇവിടെ ഒരു വലിയ കാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് ആ ചാനൽ കണ്ട, കൃത്യമായിട്ട് ആ ചാനൽ തന്നെ സപ്പോർട്ട് എടുത്തു. നമുക്കൂടി ഇവിടെ ഒന്ന് വരച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടാ, ഈ ചാനലിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടാ, കുറച്ച് മാസങ്ങളായിട്ട്. അതിനുശേഷം ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്തു, അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം അത് നേരെ റീടെസ്റ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് വന്നു. അതിനുശേഷമാണ് ഇത് കയറിയിട്ടുള്ളത്. അപ്പോൾ ആ കയറ്റത്തിലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നമുക്കിതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാറുണ്ടല്ലേ, ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കണ്ട ഈ റെസിസ്റ്റൻസ്, ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നല്ലോ. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി, വിത്ത് പോളിത്തോട് കണ്ട. 3-4 ദിവസം മുമ്പ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത്, ഇത് വലിയ ക്യാൻഡിൽ, ഇത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു കൺസോളിഡേഷൻ, ഒരു 2 ദിവസം ഒരു റേഞ്ചിൽ കിടന്ന് കളിച്ചു. അതിനുശേഷമാണ് ആ റെസിസ്റ്റൻസ് പോയിന്റ് കയറിയിട്ട് ഇപ്പം നിൽക്കുന്നത് കറണ്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം മിക്കവാറും ഒരു വലിയ ക്യാൻഡിലോടുകൂടി വിത്ത് വോളിയത്തോടുകൂടി ഇത് വരും ദിവസങ്ങളിൽ കയറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഷെയർ തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റിൽ ഇടുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം ഇതിൻ്റെ ഇനി വരുന്ന ഈ സപ്പോർട്ട് പോയിന്റ് വരുന്നത് നമുക്കിത് ഇവിടെ ഇതിൻ്റെ സപ്പോർട്ട് പോയിന്റ് വരാം. ഏകദേശം 5750 ഏകദേശം ഇതിൻ്റെ സപ്പോർട്ട് പോയിന്റ് വരും. 5780 കറണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ റേഞ്ചിൽ ഇവിടെ വന്ന് നിൽക്കുകയാണിത്. അപ്പോൾ ഇത് വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് വിടെങ്കിൽ നന്നായിട്ട് കയറി പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുമ്പോൾ നല്ല ഡെബിറ്റ് ഇല്ലാത്ത കമ്പനി, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്, പ്രോഫിറ്റ് മാർജിൻ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു, വാല്യുവേഷൻ പി നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നു, ROUയും ROCയും നന്നായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറയപ്പെടാനായിട്ട് ഒരു നെഗറ്റീവ്സ് ഒന്നും ഇതിലില്ല. പിന്നെ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ വളരെ കുറച്ച് ഷെയർസ് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു ഡ്രോബാക്ക് ആയിട്ട് ഇതിൽ കാണാവുന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് ഈ ഷെയറിൽ കാണാനുള്ളത്. അപ്പോൾ ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്, അതായത് ഒരു എഡ്ജിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു വിത്ത് വോളിയത്തോടുകൂടി ഇത് കയറുന്നുണ്ടെങ്കിൽ നമുക്കിത് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്നതാണ്. ഒരു 20% ഒക്കെ ഇത് കയറാൻ സാധ്യത കാണുന്നു ആ ബ്രേക്ക് ഔട്ട് ചെയ്താൽ. അപ്പോൾ ഇതൊരു വാച്ച് ലിസ്റ്റിലിട്ട് നോക്കാം. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.